നമ്മൾ ഇത്രയും നാൾ ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഷർട്ട് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ 5000 രൂപയ്ക്ക് സോപ്പ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. കുക്കിംഗ് ഒന്നും ഇല്ല. 3-4 ദിവസമായി വീട്ടിൽ ഹർത്താലും അടങ്ങിയില്ല. മറ്റേ ചേട്ടന്റെ കടയിൽ നീ കണ്ടില്ലെങ്കിൽ വാ, ചേട്ടന്റെ കടയിലോട്ട് വാ. ഷോപ്പിംഗ് ചെയ്ത് വട്ടായ ഒരു യുവാവ് കല്യാണം കഴിഞ്ഞ് ജോധ്പൂരിൽ കൊണ്ടുവന്നിട്ട് എന്നെ ആദ്യം കൊണ്ടുവന്ന സ്ഥലമാണ് ജനത. വീട്ടിൽ വന്ന് നമ്മൾ തെറി വിളിക്കുന്ന പോലെയാണ് കാര്യം പറഞ്ഞത്. ജമ്മിയമ്മ അടിയാണ്. ഒരു സോഡാ പോപ്പും കൂടെ വാങ്ങിക്കാത്തതന്നെ ജമ്മിയമ്മയുടെ രോദനം. ഷോപ്പിംഗ് ചെയ്ത് കലിപ്പായിട്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ 5 രൂപയുടെ ചായക്കപ്പ്. കാഫ് സിറപ്പിന്റെ അടപ്പ് പോലെ ഇരിക്കും, അത്രേ ഉള്ളൂ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി, ഇത് ആൻഡ് വെൽക്കം ടു അപ്പൂപ്പ അമ്മൂമ്മ ആൻഡ് വെൽക്കം ടു ഇനി അങ്ങോട്ടാ. അപ്പോൾ ജോധ്പൂരിന് ബൈ ബൈ പറയുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഷോപ്പിംഗ്. ഇന്ന് അതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഹിമാചലാണെന്ന് കരുതി സർദാർ മാർക്കറ്റിലെത്തിയ ഒരാൾ എന്തുണ്ട് ലസ്സിയും ഷോപ്പിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് പറഞ്ഞ പോലെയായിരുന്നു ജാനുവിയുടെ കാര്യം. ആദ്യം തന്നെ ശ്രീ മിശ്രീലാൽ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ഫേമസ് ലസ്സി കടയുണ്ട്. അവിടെ കയറി ലസ്സി കുടിച്ചിട്ട് ഇനി ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കയറി. ജാനുവി പോയിട്ടുണ്ടല്ലേ? ജോധ്പൂരിൽ ചെയ്ത് തീർക്കേണ്ട മറ്റൊരു കാര്യം ഷോപ്പിംഗ്. അത് ചെയ്യാതെ എന്നാലും ഇവിടുന്ന് എന്തെങ്കിലും നമ്മൾ ഇത്രയും നാൾ ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ലൈഫ് ലോങ് കൂടെ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും, ലൈക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കോർ പോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സുവനിയർ വാങ്ങിക്കണം എന്നുണ്ട്. പിന്നെ ഇവിടെ ബാന്തിനി, ലഹറിയ ഇങ്ങനത്തെയൊക്കെ ഫാബ്രിക്കിൻ്റെ മെയിൻ സ്ഥലമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നും ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടി ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഒരു ഫാബ്രിക്കിൽ ഷോളോ അങ്ങനെ എന്തെങ്കിലും കൂടെ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഷർട്ട് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് നോക്കാം. അങ്ങനെയൊക്കെ ഉള്ള കുട്ടി ഷോപ്പിംഗ്. ഇനിയിപ്പോൾ ഈ സർദാർ മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഈ ഘണ്ടാഗർ മാർക്കറ്റ് എന്നും പറയും. ഘണ്ടാഗർ ക്ലോക്ക് ടവറിൻ്റെ അവിടെയുള്ള മാർക്കറ്റിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ സർദാർ മാർക്കറ്റ് അല്ലെങ്കിൽ ഘണ്ടാഗർ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഈ ക്ലോക്ക് ടവർ ഉള്ളതുകൊണ്ടാണ് ഇതിന് ഘണ്ടാഘർ എന്നുള്ള പേര്. അപ്പം ഈ 7 വർഷത്തിൽ നമ്മൾ ആ ക്ലോക്ക് ടവറിന് മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അത് പക്ഷേ ഞങ്ങൾ ഇന്ന് കയറി. പക്ഷെ അത് ഈ ഷോപ്പിംഗ് വ്ളോഗിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാതെ ഞാൻ നമ്മൾ ആ ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ കയറിയതും ബ്ലൂ ലെയിൻസ് വിസിറ്റ് ചെയ്യാൻ പോയതും കൂടെ അടുത്ത വ്ളോഗായിട്ടിടാം. എന്തായാലും നമ്മൾ ഷോപ്പിംഗ് പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ മുടിയുടെ നാടിനൊക്കെ അപ്പോൾ രാജസ്ഥാനിൽ നല്ല ബാഗുകളും ജുത്തീസും ഒക്കെ കിട്ടും. അത് ക്യാമൽ ലെതർ ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ 5000 രൂപയ്ക്ക് സോപ്പ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. നിന്റെ 5000 രൂപയ്ക്ക് ഷോപ്പ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് ഇത് മൊത്തം നാട്ടിലെ ആൾക്കാർക്ക് കൊടുക്കാനാണ്. നമ്മൾ നമുക്കായിട്ട് ഇതുവരെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇനി നോക്കണം. ഇനിയിപ്പോൾ അതിനുള്ള ബാക്കിയുണ്ടോ എന്ന് അറിഞ്ഞിട്ടല്ലേ. ഇത് ഞാനല്ല വാങ്ങിച്ചത്. അമ്മായിയമ്മയും നിനക്ക് വീട്ടിൽ ഈ ബോക്സർ വാങ്ങിച്ചാലോ? അമ്മ കഫ്താനാണോ? അമ്മ കഫ്താൻ എന്തോ മാർക്കറ്റാണ്? എന്തോ വെജിറ്റബിൾ എന്തോ കുക്കിംഗ് ഒന്നും ഇല്ല. 3-4 ദിവസമായി വീട്ടിൽ ഹർത്താലും അടങ്ങിയില്ല. കിച്ചൺ ക്ലോസ് ചെയ്തു. ഉണ്ണിമാ മറ്റേ ചേട്ടന്റെ കടയിലൊന്ന് പോണമെന്നുണ്ടായിരുന്നു. അന്ന് പോയ ചേട്ടന്റെ കട നീ കണ്ടിക്ക. മറ്റേ ചേട്ടന്റെ കട നീ കണ്ടില്ലെങ്കിൽ വാ, ചേട്ടന്റെ കടയിലോട്ട് വാ.
വട്ടായല്ലേ? ഷോപ്പിംഗ് ചെയ്ത് വട്ടായ ഒരു യുവാവ്. ഷോപ്പിംഗ് ചെയ്തല്ല വട്ടായത്, ഷോപ്പ് ചെയ്യാൻ നടക്കുന്ന ഭാര്യയുടെ കൂടെ നടന്ന് എനിക്ക് വട്ടായത്. അത് തന്നെ ഉദ്ദേശിച്ചത്. എനിക്ക് വയറ്റിളക്കമായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഗോയലിന്റെ ഹോസ്പിറ്റലിൽ പോകാൻ വയ്യ. അമ്മ ജോധ്പൂർ വന്ന അപ്പ വയറ്റിളക്കം. അവര് USP തന്നെ ഹൈജീനാണ്. ഡൽഹി ബെല്ലി. ഇങ്ങനെയാണോ നീ നോക്കണേ? ഇങ്ങനെയാണോ നീ നോക്കണേ? വല്ല ഒരു ഫോണും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാതെ നോക്കണമെന്ന് പറഞ്ഞു ഒരുത്തനാണ് ഫ്രണ്ടിൽ ഓടിയിരിക്കുന്നത്. ഇങ്ങനെയാണോ നീ നോക്കണേ? അതെ. ആ ബെസ്റ്റ്. എന്ത് ചെയ്തു? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമുക്ക് രാജസ്ഥാനിൽ നിന്ന് പോകുമ്പോൾ ഓർക്കാനായിട്ട് എന്തെങ്കിലും ഒരു സുവിനിയർ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ നോബിൾ ലിവിംഗ് എന്ന് പറഞ്ഞൊരു ഫേർണിച്ചർ ഷോപ്പുണ്ട്. ഇവിടെ ഫേർണിച്ചർ മാത്രമല്ല ഈ ഹോം ഡെക്കോർ അങ്ങനത്തെ കുട്ടി കുട്ടി ഐറ്റംസ് ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും സുവിനിയർ ഓർത്തിരിക്കാൻ വേണ്ടി കിട്ടുമോ നോക്കാൻ വേണ്ടി നമ്മൾ അവിടെ വന്നിരിക്കുകയാണ്. പോയി നോക്കാം. അപ്പം നിങ്ങളിൽ ആർക്കൊക്കെ ജാനുമിയുടെ ക്രോം തവള അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. റീൽസിലും ഷോർട്സിലും ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആ ക്രോം തവള കിട്ടിയത് ഇവിടെ നിന്നാണ്. ഇവിടെ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ മിറേഴ്സ്, ട്രേസ്, ഇതാ പെറ്റ് ഫുഡ് കൊടുക്കുന്ന സാധനമാണ് കാണുന്നത്. പിന്നെ ക്രിസ്മസ് ഡെക്കോർ കണ്ടോ ബാക്കിൽ ഒത്തിരി കളക്ഷനുണ്ട്. ചീസ് പ്ലാറ്റർ, കട്ടിംഗ് ബോർഡ്, ഫോട്ടോ ഫ്രെയിംസ്, കേക്ക് സ്റ്റാൻഡ്സ്, കപ്പ് കേക്ക് സ്റ്റാൻഡ്സ്, അങ്ങനെ ഹോം ഡെക്കോർ ആൻഡ് ഹോം ഐറ്റംസ് എല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞ കുറേ മറ്റേ ഹുക്സ് പോലത്തെയൊക്കെ ഉണ്ടത്. ഈ ബെഡ് സൈഡ് ടേബിൾ കണ്ടോ, നല്ല ഇന്ത്യൻ പ്രിൻ്റൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് മെറ്റീരിയലിലുണ്ട്, തടിയിലുണ്ട്, മാർബിളിലുണ്ട്, മെറ്റലിലുണ്ട്. ഫൈനലി നമ്മൾ സുവിനിയർ ആയിട്ട് സെലക്ട് ചെയ്തത് ഈ 3 സാധനങ്ങളായിരുന്നു. 2 ഫോട്ടോ ഫ്രെയിംസും ഒരു മെറ്റൽ ബേർഡും. ഇതിപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, എന്നും ഉണ്ടാവും ജോധ്പൂരിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. എല്ലാം കിട്ടിയാമോ മാമി? അവിടെ നമ്മൾ നേരെ പോയത് ഈ കടയിലേക്കാണ്, നാഷണൽ ഹാൻഡ്ലൂം, ജോധ്പൂരിലെ ഞങ്ങളുടെ ഗിഫ്റ്റ് ഷോപ്പ്. അതായത് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സുവനിയർ നാട്ടിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് പോകാവുന്നൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് സാധനങ്ങളും കിട്ടും. അതും ഇങ്ങനെ ഒരുപാട് മാർക്കറ്റിലൊന്നും തപ്പിത്തിരിഞ്ഞ് നടക്കാതെ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കൊക്കെ സുവനിയറായിട്ട് വാങ്ങിക്കണമെങ്കിൽ ബെസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ ജോധ്പൂരിൽ ഒരുപാട് സ്ഥലത്ത് നാഷണൽ ഹാൻഡ്ലൂം ഉണ്ട്. ഈ നാഷണൽ ഹാൻഡ്ലൂം നൈസടക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് സ്ട്രീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ സ്ട്രീറ്റിൽ തന്നെ 2 നാഷണൽ ഹാൻഡ്ലൂം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാഷണൽ ഹാൻഡ്ലൂമിലും കയറാം, അല്ലാതെ ആ സ്ട്രീറ്റിലും ഷോപ്പ് ചെയ്യാം. ആ സ്ട്രീറ്റിലുള്ള വേറൊരു കടയാണിത്. ഈ പ്രായത്തിൽ പാവാട ഇട്ട് നടന്നില്ലെങ്കിൽ ഇനി എപ്പോഴാന്ന് പറഞ്ഞ് അമ്മ ചെയ്ത് നോട്ടം ഇട്ടിരിക്കുകയാണ്. അടിപൊളി ചൂപ്പര്. അപ്പോൾ ഇതാണ് നൈസടക്ക് സ്ട്രീറ്റ്. ഇതിൽ അങ്ങറ്റം ഇങ്ങറ്റം ഷോപ്പുകളാണ്. സത്യം പറഞ്ഞാൽ രാജസ്ഥാനിലെ ഷോപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അവിടുത്തെ ജ്വല്ലറിയാണ്. 30-50 രൂപയ്ക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്ന ജുംക്കയും ചാന്തുവാലിയൊക്കെയാണ് ഇപ്പോൾ നാട്ടിൽ നമ്മൾ 200-300 രൂപ കൊടുത്തൊക്കെ വാങ്ങിക്കുന്നത്. അങ്ങനെ ഷോപ്പ് ചെയ്ത് തളർന്നപ്പോൾ ഞങ്ങൾ ജനതയിൽ കഴിക്കാൻ കയറി. ജനതയുടെ പുതിയ ഔട്ട്ലെറ്റ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വ്ളോഗിൽ പരിചയപ്പെടുത്തിയായിരുന്നു. ഇത് അവരുടെ പഴയ ഔട്ട്ലെറ്റാണ്. അതുപോലെ കല്യാണം കഴിഞ്ഞ് ജോധ്പൂരിൽ കൊണ്ടുവന്നിട്ട് എന്നെ ആദ്യം കൊണ്ടുവന്ന സ്ഥലമാണ് ജനത. ഓർമ്മയുണ്ട് ആദ്യത്തെ റെസ്റ്റോറൻറ്റ്. ഇതൊരു കുട്ടി കുടിച്ച സെറ്റപ്പാണ്, പക്ഷെ അടിപൊളി ഫുഡാണ്. നമ്മൾ മറ്റേ ജനത നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന ജനത. ഒരു കുട്ടി സ്ഥലമാണ്. ആദ്യം ഉണ്ടായതല്ല, 2 വെച്ച് നോക്കുമ്പോൾ അതല്ല. പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ച ജനത വളരെ വളരെ പിന്നെയാണ് വന്നത്. അന്ന് ഇതാണ് ഇവിടെ വെച്ച് ആദ്യമായിട്ട് എന്നെ ഒരു വെയിറ്റർ കയറി വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഓർമ്മകളായവരൊക്കെ പറ്റിയ സ്ഥലമാണിത്. ഞാൻ ഇവിടെ നിന്ന് മുടി എന്തോന്നോ കെട്ടി, ഞാൻ കെട്ടി വെക്കുകയാണ്. തുറന്നിട്ടിരുന്ന മുടി ഞാൻ കെട്ടി വെക്കുകയാണ്. ചീവിയൊന്നും ഇല്ല, ഞാൻ കോമ്പൊന്നും എടുത്തൊന്നും ഇല്ല. ഞാൻ തുറന്ന് കിടന്ന മുടി ഞാൻ കെട്ടി വെക്കുകയാണ്. അതല്ല, ലൈക്ക് ഇവിടുത്തെ ആളുകളുണ്ടല്ലോ കുറച്ച് റൂഡാണ്, അവർക്ക് എങ്ങനെ പെരുമാറാൻ തോന്നില്ല. അന്നാണ് എനിക്ക് അതിൻ്റെ ആദ്യത്തെ റിയലൈസേഷൻ. പിന്നെ ഞങ്ങളത് പഠിച്ച് ഇവിടെ അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. പക്ഷെ ആദ്യത്തെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. വെയിറ്റർ നമ്മൾ തെറി വിളിക്കുന്ന പോലെയാണ് കാര്യം പറഞ്ഞത്. അല്ലാതെ ഓക്കെ മാഡം ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ മാഡം ഒക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊന്നും അല്ല. എന്താണ് ഈ കാണിക്കുന്നത്, മുടി കയറി പോകണം, ആ ഒരു സ്റ്റൈൽ മനസ്സിലായ. പിന്നെ അത് ശീലമായി.
പിന്നെന്താണ് ഇവിടെ ചായ ഇവിടെ സാധനം വന്നത് ഇവിടെ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇവിടെ പേര് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ആളുകളുടെ പേര് അനൗൺസ് ചെയ്യും. സുബിൻ ഇവിടെ വന്നിട്ട് മംഗലശ്ശേരി മംഗലശ്ശേരി എന്ന് അവർക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് മംഗലശ്ശേരി എന്ന് പറഞ്ഞില്ല, പക്ഷെ നീലകണ്ഠൻ എന്ന് പറഞ്ഞിട്ട് നീൽക്കണ്ഠ് എന്നൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആണ് തോന്നുന്നത് അങ്ങനെ ഏതോ ഒരു പേരെ കൂടെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ എന്തോ പറഞ്ഞു അപ്പൊ ഞാൻ ആ സമയത്ത് എങ്ങനെ ഓണാക്കി വെച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ വന്ന ഫുഡ് കാണിച്ചു തരാം. അപ്പോൾ രാജസ്ഥാനിൽ ഇങ്ങനെ ക്രിസ്പി ജിലേബിയാണ് കേട്ടോ കിട്ടുന്നത്. ഞങ്ങളത് അവസാനമായിട്ട് കഴിക്കാൻ കിട്ടുന്ന ചാൻസ് ആണോ എന്നറിയില്ല, അതുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ പ്യാസ് കച്ചോരികളും അവിടുത്തെ ഞാൻ മിസ് ചെയ്യും. ഇവിടെ സുബിന്റെ കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന് പറയുന്ന സാധനമാണ് കച്ചോരി. എന്നിട്ട് അടിച്ചു കയറ്റുന്ന എൻ്റെ അമ്മോ കലിപ്പ്. എനിക്ക് പക്ഷേ ഇഷ്ടമാണ് കേട്ടോ, അടിപൊളി സാധനമാണ് കച്ചോരി. എൻ്റെ അമ്മ പിന്നെ ആസ് യൂഷ്വൽ റിസോർട്ടിൽ പിടിച്ചിരിക്കുകയാണ്. അച്ഛനും ഇഷ്ടമാണല്ലേ കച്ചോരി? കച്ചോരി ഇവിടെ പല കച്ചോരി ഉണ്ട്. പ്യാസ് കച്ചോരി, പിന്നെന്താ കച്ചോരി? മാവ കച്ചോരി എന്ന് പറയുന്ന ഒരു സ്വീറ്റ് സാധനമാണ്. ഞാനും ഇഷ്ടപ്പെട്ടാണോ? ഒരെണ്ണം തന്നെന്ന് പറഞ്ഞ ചോദിച്ചൊക്കെ വാങ്ങിക്കുകയാണ്. ജാനകിനെ വിളിക്കുന്നത് ജാനകി ജി എന്നാണല്ലേ? ഞാൻ ജാനകി ദേവി എന്നാണ്. ജാനകി ജി ചാട്ട് എന്തോന്നത് മറ്റേ എന്തായാലും പേര് ബേൽപൂരി ആലു ടിക്കി. ജമ്മിയമ്മ അടിയാണ്. ഒരു സോഡാ പോപ്പും കൂടെ വാങ്ങിക്കാത്തതന്നെ ജമ്മിയമ്മയുടെ രോദനം. അങ്ങനെ അവിടെ നിന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഷോപ്പിങ്ങിലേക്ക് കയറി. ജാനുമിക്കൊക്കെ പറ്റിയ കുട്ടി ഇങ്ങനത്തെ ചുരിദാർ സെറ്റ് പോലത്തെ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ ഒത്തിരി. അപ്പോൾ അത് നോക്കാനായിരുന്നു ഞങ്ങൾ നെക്സ്റ്റ് പോയത്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വീഡിയോ എടുത്തെടുത്ത് മടുത്തത് കൊണ്ട് ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തി. എത്രത്തോളം നിങ്ങളെ കാണിച്ചു എന്ന് അറിഞ്ഞു. ശരിക്കും മടുത്ത്. നമ്മളിവിടെ ഒരു കടയിൽ കയറി. ഇവിടെ തന്നെ ആക്ച്വലി AC ഒക്കെ ഉള്ളൊരു കട. അപ്പോൾ നമുക്ക് ഈ ചൂടത്താണ് നമ്മൾ ഇറങ്ങി AC-ലൊക്കെ ഇരുന്ന് സ്വസ്ഥമായി വാങ്ങിച്ചിട്ട് പോകല്ലോ എന്ന് പറഞ്ഞൊരു കടയിൽ കയറിയപ്പോൾ അവിടെ ഒട്ടുക്കത്തെ ചാടാണ്. അവിടെ ഇരിക്കാൻ കസേരയെ പറ്റൂല, അവിടെ കൊച്ചിനെ ഞാൻ കൗണ്ടറിൽ വെച്ചപ്പോൾ അത് പറ്റൂല, വ്ളോഗ് ചെയ്യാനായിട്ട് ക്യാമറ എടുത്തപ്പോൾ അത് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം. എനിക്കൊരു മിനിറ്റ്. അതെ, അപ്പം അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ചെയ്ത് മനസ്സ് മടുത്ത്. പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് പോയി ഷോപ്പിംഗ് ചെയ്തു, ലോക്കൽ കടയിലൊക്കെ പോയി കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പക്ഷേ എടുത്ത് മടുത്ത്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് വെൽക്കം ടു വാങ്ങിക്കേ. ജാനുവി ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ. ജാനുവിയുടെ കൈ ഇരിക്കുമ്പോൾ അറിയില്ല. അമ്മ ഒന്ന് പിടിച്ച് കാണിക്കട്ടെ, ഗ്ലാസ് ഒന്ന് പിടിച്ച് കാണിച്ചിട്ട്. ഇതാണ് ഇവിടുത്തെ 5 രൂപയുടെ ചായക്കപ്പ്. കാഫ് സിറപ്പിന്റെ അടപ്പ് പോലും ഇരിക്കും, അത്രേ ഉള്ളൂ. ജാനുവിക്ക് പറ്റിയ ഗ്ലാസ്സാണ് പക്ഷേ അല്ലേ. പിന്നെ ഇവിടുത്തെ 10 രൂപയുടെ, ഒരു മിനിറ്റ്, 10 രൂപയുടെ ചായയും ജാനുവിയും ഫോണും എല്ലാം കൂടെ പറ്റുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ 10 രൂപയുടെ ചായക്കപ്പ്. നമുക്ക് മലയാളികൾക്കൊന്നും ഈ ഗ്ലാസ്സിലൊന്നും ചായ കുടിച്ചാൽ തികയേ. പാടയും വേണം. പിടിക്ക. ചൂടാണോ? പിടിക്കാൻ പറ്റുമോ? അപ്പൊ ഓറഞ്ചിലോട്ട് ഒഴിച്ചു തരാം അമ്മ. കുടിക്ക്. പാട എടുത്തോ? അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഫേവററ്റ് മസാല ചായയും കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. നെക്സ്റ്റ് ഡേ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ജോധ്പൂരിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുന്ന ഞങ്ങൾക്ക് ജോധ്പൂർ ഒരു അടിപൊളി ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് എന്താണെന്ന് കാണാനും ക്ലോക്ക് ടവറിൻ്റെ മേളിൽ കയറാനും ഞങ്ങളുടെ ബ്ലൂ ലൈൻസ് കാണാനും ഒക്കെ അടുത്ത വ്ളോഗിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് അറിയണ്ടേ ഞങ്ങൾ ഇനി എങ്ങോട്ടാ എന്ന്. അപ്പോൾ ഡു ജോയിൻ us on our next vlog. Hope you like this one. Bye. കലിപ്പായിട്ടിരിക്കുകയാണ്. ഷോപ്പിംഗ് ചെയ്ത് കലിപ്പായിട്ടിരിക്കുകയാണ്.
ഉണ്ണിമയുടെ വീട്ടില് വെക്കാൻ പറ്റൂല ആനയുടെ ടേപ്പസ്ട്രി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത അതാണ് വാങ്ങിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോ ചുമ്മാ കാരണം ഉണ്ടാക്കി പറയാണ്. ഇനി നമുക്ക് ബീഹാറിനെ ആനയെ പിടിക്കാം. ബീഹാറിലെ ആനയെ കണ്ടില്ലെങ്കിൽ വാ, ബീഹാറിലോട്ട് വാ. എന്ത് അയില എനിക്ക് ഇങ്ങനത്തെ സാധനം ഉണ്ണിമയ്ക്ക് ഇങ്ങനെ 3 എണ്ണം വാങ്ങിച്ചു കൊടുത്തു. തരുന്നില്ല.